കുടജാദ്രിയുടെ താഴ്വരയിൽ സൗപർണികയുടെ തീരത്ത് ആദിശങ്കരനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആ മഹാക്ഷേത്രത്തിലേക്കാണ് യാത്ര. എത്ര പോയാലും മതിവരാത്ത നമ്മുടെ സ്വന്തം മൂകാംബികയിലേക്ക്. ഇത് മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് മൂകാംബികയിലേക്ക് ഒരു ട്രെയിനുണ്ട്, മത്സ്യഗന്ധ എക്സ്പ്രസ്. അതിൽ കയറി ബൈന്ദൂർ മൂകാംബിക റോഡ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടെ ധാരാളം ടാക്സി കാറുകളും ഓട്ടോകളും ഒക്കെ ഉണ്ട്. ഒരു 5 മിനിറ്റ് നടക്കുകയാണെങ്കിൽ അടുത്ത് തന്നെ ഒരു ബസ് സ്റ്റാൻഡും ഉണ്ട്. 30 കിലോമീറ്റർ കൊണ്ട് നമ്മൾ മൂകാംബിക ടെമ്പിൾ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരും. ആ കാണുന്നതാണ് കൊല്ലൂർ മൂകാംബികയിലേക്കുള്ള കവാടം. കവാടം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒരു കൊച്ചു ക്ഷേത്രം കാണാം. യക്ഷി സങ്കല്പവും വനദുർഗ ചൈതന്യവുമുള്ള മാസ്തികട്ടെ അഥവാ മാസകട്ടെ എന്ന് പറയുന്ന ഒരു ചെറിയ ക്ഷേത്രം. 64 ഭൂതഗണങ്ങൾ വസിക്കുന്ന ആ ക്ഷേത്രത്തിലെ പ്രസാദം മണ്ണാണ്. ക്ഷേത്രത്തിലേക്കുള്ള നടവഴിയിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് വലത്തോട്ട് ദർശനമായി വലംപിരി ഗണപതി ഭഗവാന്റെ ചെറിയൊരു ക്ഷേത്രമുണ്ട്. വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി നിൽക്കുന്ന ഗണപതി ആയതിനാലാണ് വലംപിരി ഗണപതി എന്ന് പറയപ്പെടുന്നത്. കന്നഡയിൽ ബലമുറി ഗണപതി എന്നും പറയുന്നു. ഗണപതി ഭഗവാനെ തൊഴുതിട്ട് വേണം ദേവിയെ ദർശിക്കാൻ. ക്ഷേത്രത്തിന് തൊട്ടു മുന്നിലൂടെ അഗ്നിതീർത്ഥം എന്ന പേരിൽ ഒരു ചെറിയ അരുവി ഒഴുകി പോകുന്നുണ്ട്. കുടജാദ്രിയിൽ നിന്ന് വരുന്ന ഈ അരുവിയും 63 മറ്റരുവികളും വടക്ക് ഭാഗത്ത് സംഗമിച്ചാണ് സൗപർണിക നദിയായി മാറുന്നത്. മൂകാംബിക ക്ഷേത്രത്തിന് മുന്നിലായി വലിയൊരു ആൽമരവും തൊട്ടടുത്തായി ഒരു നാഗസ്ഥാനവും ഉണ്ട്. മലകളാൽ ചുറ്റപ്പെട്ട കൊല്ലൂർ ഗ്രാമത്തിൻ്റെ നടുക്കായി കിഴക്കോട്ട് ദർശനമായാണ് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെയുള്ള പുരാതന കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക. കിഴക്കേ നടയിലൂടെ അകത്ത് കടന്നാൽ ആദ്യം കാണുന്നത് സ്വർണ്ണ കൊടിമരവും അതിന് തൊട്ടു മുമ്പിലുള്ള ഏതാണ്ട് അത്രയും തന്നെ വലുപ്പമുള്ള ദീപസ്തംഭവുമാണ്. കർണാടക സർക്കാരിന് കീഴിലുള്ള ഹിന്ദു സാംസ്കാരിക സ്ഥാപനത്തിന് കീഴിലാണ് ഈ മഹാക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പ്.
ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തിയെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളുടെ ഐക്യരൂപിണിയായി മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കുന്നു. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി മൂകാംബിക ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ഇവിടെ എന്നും മലയാളികളുടെ പ്രവാഹമാണ്. എന്നെങ്കിലും മലയാളികൾ വരാതിരുന്നാൽ ദേവി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നു. ക്ഷേത്രത്തിലെ സരസ്വതീ മണ്ഡപത്തിൽ വിദ്യാഭഗവതിയായ സരസ്വതീ ദേവിയുടെ പ്രത്യേക പ്രതിഷ്ഠയുണ്ട്. കലോപാസകരുടെ കേന്ദ്രമാണ് ഈ സരസ്വതീ മണ്ഡപം എന്ന് പറയാം. മീനമാസത്തിലെ കൊടിയേറ്റോത്സവവും അതിനോടനുബന്ധിച്ചുള്ള മഹാരഥോത്സവവും അശ്വിനി മാസത്തിലെ ആദ്യ 9 നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി, വിജയദശമി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ്. കൂടാതെ യുഗാദി, ശിവരാത്രി, ദേവീ ജന്മാഷ്ടമി, ദീപാവലി തുടങ്ങിയ ദിവസങ്ങളും വിശേഷങ്ങളാണ്. ശിവശക്തി ഐക്യരൂപത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ശങ്കരാചാര്യരാണ് ഭഗവതിയെ ഇന്ന് കാണുന്ന രീതിയിൽ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു. ശ്രീചക്രത്തിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പമുള്ള ശങ്കരാചാര്യരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. സിംഹവാഹിനിയായ മൂകാംബികാദേവിയുടെ പഞ്ചലോക വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ഗണപതി, മഹാവിഷ്ണു, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ശ്രീകൃഷ്ണൻ, വീരഭദ്രൻ, നാഗദൈവങ്ങൾ എന്നിവരാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതകൾ. മൂകാംബികയുടെ സേനാനായകനായ വീരഭദ്രന് ക്ഷേത്രത്തിനകത്ത് പ്രത്യേക സ്ഥാനം നൽകിയിരിക്കുന്നതായി കാണാം.
വടക്ക് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ദക്ഷാന്തകനായ വീരഭദ്രൻ കുടികൊള്ളുന്നു. ദേവിയുടെ അംഗരക്ഷകനാണ് ഇവിടെ വീരഭദ്രൻ എന്ന സങ്കല്പം. വീരഭദ്രൻ്റെ ശ്രീകോവിലിന് സമീപം ഒരു തുളസിത്തറയും അതിന് ചുവട്ടിലുള്ള ഒരു പ്രത്യേക ദ്വാരത്തിൽ ഓടക്കുഴലൂതുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹവുമുണ്ട്. ഈ പ്രതിഷ്ഠ പിൽക്കാലത്ത് വന്നതാണ്. വിഗ്രഹം കാണണമെങ്കിൽ താഴേക്ക് നോക്കേണ്ടതുണ്ട്. അതിനാൽ പലരും ഇത് കാണാതെ പോകുന്നു. കന്നഡ ശൈലിയിൽ കരിങ്കല്ലിൽ തീർത്തതാണ് ഇവിടെയുള്ള ചതുര ശ്രീകോവിൽ. സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലിന് തൊട്ടടുത്താണ് പ്രസിദ്ധമായ സരസ്വതി മണ്ഡപം. ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ സ്ഥലം. ഇവിടെ സരസ്വതീ ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. വെള്ളിയിൽ തീർത്ത ഏകദേശം 2 അടി ഉയരം വരുന്ന വിഗ്രഹം സാധാരണ കാണുന്ന സരസ്വതീ രൂപത്തിൽ തന്നെയാണ്. സമീപം തന്നെ ഒരു ഗണപതി വിഗ്രഹവും കാണാം. ഇത് വിദ്യാഗണപതിയായി സങ്കല്പിക്കപ്പെടുന്നു. സംഗീതാർച്ചനയും നൃത്ത അരങ്ങേറ്റവും കുട്ടികളുടെ വിദ്യാരംഭവും ഇവിടെ വെച്ച് നടത്താറുണ്ട്. നാലമ്പലത്തിനകത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് വടക്കോട്ട് ദർശനമായി ദശഭുജ ഗണപതിയുടെ പ്രതിഷ്ഠയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശങ്കരപീഠവും സ്ഥിതി ചെയ്യുന്നു. ശങ്കരാചാര്യർ ദേവിയെ സ്തുതിച്ച് സൗന്ദര്യലഹരി എന്ന പ്രസിദ്ധമായ സ്തോത്രം എഴുതിയത് ഇവിടെ വെച്ചാണ്. ഇവിടെ ശങ്കരാചാര്യരുടെ ശില്പവും സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്ത് പ്രത്യേകമായി സൂക്ഷിച്ച മറ്റൊരത്ഭുതമാണ് ദേവിയുടെ സ്വർണ്ണരഥം. കിലോ സ്വർണം കൊണ്ട് നിർമ്മിച്ച മൂകാംബികാദേവിയുടെ സ്വർണ്ണരഥത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ എഴുന്നള്ളിപ്പ് നടത്താറുണ്ട്. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബികാ ക്ഷേത്രം. രാവിലെ 5 മണിക്കുള്ള നിർമ്മാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ്.
മഹാനവമി ദിവസവും മറ്റ് പ്രത്യേക ദിവസങ്ങളിലും കനകവർഷം എന്നൊരു ചടങ്ങ് ഇവിടെ നടത്തി വരാറുണ്ട്. മഹാലക്ഷ്മി ഭാവം പൂണ്ട മൂകാംബികാദേവി തൻ്റെ ഭക്തർക്ക് സമ്പത്തും അഭിവൃദ്ധിയും ചൊരിയുന്ന ഒരു വിശ്വാസമാണ് ഈ ചടങ്ങിന് അടിസ്ഥാനം. രഥത്തിൽ നിന്നും പൂജാരി ഭക്തരുടെ നേർക്ക് പൂജിച്ച നാണയങ്ങൾ വിതറുന്ന ചടങ്ങാണ് കനകവർഷം. ഒരിക്കൽ രോഗബാധിതനായി കിടന്നിരുന്ന ശങ്കരാചാര്യർക്ക് വേണ്ടി ഭഗവതി കഷായവുമായി പ്രത്യക്ഷപ്പെട്ടു എന്ന ഐതിഹ്യം. ഇതിൻ്റെ സ്മരണക്കായി ക്ഷേത്രത്തിൽ ഇന്നും 8 മണിയോടുകൂടി കഷായപ്രസാദം നൽകി വരുന്നു. സർവ്വരോഗനിവാരിണി എന്ന സങ്കല്പവും ഈ കഷായത്തിനുണ്ട്. എത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയാലും മനസ്സിൽ മൂകാംബികാദേവിയുടെ വിളിയില്ലെങ്കിൽ കൊല്ലൂരിലേക്കുള്ള യാത്ര മുടങ്ങുമെന്ന് പറയപ്പെടുന്നു. ദേവിയുടെ പ്രധാന നിവേദ്യമായ കഷായതീർത്ഥം നിവേദിക്കുന്നതും അതിനോടനുബന്ധിച്ച പൂജയും പൂർത്തിയാകുന്നതോടുകൂടി ക്ഷേത്രനട അടക്കുന്നു. അമ്മയുടെ സന്നിധിയിലേക്ക് ഇനിയും വരാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി വിട പറയുന്നു.